ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് യൂണിറ്റ്, അതായത് വിൻസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ്, ഈ യൂണിറ്റിലെ ലാസ്റ്റ് പോയം നമുക്ക് പഠിക്കാം. അതിന്റെ പേരാണ് സക്സസ്, വിജയം, ട്രയംഫ്, ഗോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സക്സസ്. അപ്പൊ ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി കിട്ടുന്ന ഒരു സാധനമല്ല സക്സസ്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ സക്സസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഗ്രാജുവൽ ആയിട്ടൊരു പ്രോഗ്രസ്സിലൂടെ, സ്ഥിരമായിട്ടൊരു ഉത്സാഹത്തിലൂടെ, അല്ലെങ്കിൽ ഒരു പെർസിവറൻസിലൂടെ നേടിയെടുക്കുന്നതാണ് സക്സസ് എന്ന് പറഞ്ഞിരുന്ന പോയമാണ് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എഴുതിയ സക്സസ് എന്ന ഈ പോയം കേട്ടോ. അപ്പൊ അതിലൂടെ അദ്ദേഹം പറയാണ്, The poem Success by H.W. Longfellow reflects on the idea that success and greatness are achieved through perseverance and gradual efforts rather than sudden leaps. അപ്പൊ അദ്ദേഹം നമുക്ക് പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്, പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിലൂടെ ലഭിക്കുന്നതല്ല, അത് ഗ്രാജുവൽ ആയിട്ടുള്ള സ്ഥിരോത്സാഹത്തിലൂടെ, പെർസിവറൻസ് എന്ന് പറയുന്നത് സ്ഥിരോത്സാഹമാണ്, അതിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ. റാദർ ദാൻ സഡൻ ലീപ്സ്. ലീപ്പ് എന്ന് പറയുന്നത് എടുത്തിയാട്ടം, അപ്പൊ അതിലൂടെ ലഭിക്കുന്നതല്ല. ഇറ്റ് എംഫസൈസസ് ദാറ്റ് although we cannot achieve instant success, we can steadily climb towards our goals by consistently working hard even when others rest. നമുക്ക് പെട്ടെന്ന് സക്സസ് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയ വർക്കിലൂടെ നമ്മൾക്ക് ഏതൊരാൾക്കും സക്സസ് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും ചിലപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാകാം. അപ്പോൾ ഉറക്കം പോലും കളഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് യഥാർത്ഥ സക്സസ് കേട്ടോ. മറ്റുള്ളവർ ഉറങ്ങും പോലും ചില ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സക്സസ് എന്ന് വിളിക്കുക. The poem suggests that the remarkable achievements of great individuals results from persistent effort and dedication over time, encouraging readers to embrace the journey of gradual progress. അപ്പോൾ നമ്മൾക്കത് കാണിച്ചു തരുന്നു, നമ്മളെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള മഹത് വ്യക്തികളായിട്ടുള്ള ആൾക്കാർ നേടിയെടുത്തിട്ടുള്ള എഫേർട്ട്, മഹാത്മാഗാന്ധിയെ പോലുള്ള ആൾക്കാരൊക്കെ നേടിയെടുത്ത എഫേർട്ട് ഒരു പെട്ടെന്നുണ്ടായ ഒരു വിജയമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങൾ എന്താണ്, നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ് നമ്മൾക്ക് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ എന്താണ്, റീഡേഴ്സ് ടു എംബ്രേസ് ദ ജേർണി ഓഫ് ഗ്രാജുവൽ പ്രോഗ്രസ്. അപ്പൊ ആ ഗ്രാജുവൽ പ്രോഗ്രസിനെ എന്താണ്, അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെ തയ്യാറാക്കാൻ വേണ്ടി ഈ പോയം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെ ഒരു വലിയ നേട്ടം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ അതിനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ അതിലേക്ക് എത്തിച്ചേരാവൂ. അപ്പോഴാണ് അതിനെ യഥാർത്ഥ വിജയം എന്നൊക്കെ പറയുന്ന ആ വരികൾ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും 4 സ്റ്റാൻസകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. ഈ പോയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ഇതിൽ ഒരു റൈമിംഗ് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈമിംഗ് വേർഡ്സ് നമ്മൾ പറഞ്ഞല്ലേ, ഒരേപോലെ സൗണ്ട് വരുന്ന ഒരു ലൈനിന്റെ അവസാനം വരുന്ന വേർഡിനെയാണ് നമ്മൾ ഒരേപോലെ സൗണ്ട് ചെയ്യണമെങ്കിൽ അതിനെ പറയും റൈമിംഗ് വേർഡ്സ് എന്ന് പറയും കേട്ടോ. അപ്പൊ ഇതിലും റൈമിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സോർ എന്ന് പറയുന്ന വാക്കും മോർ എന്ന് പറയുന്ന വാക്കും ഒരേപോലെ റൈം ചെയ്യാണ്. ക്ലൈം എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും ഒരേപോലെ റൈം ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കും, ക്ലൈംബ് എന്നല്ലേ ടൈം എന്നല്ലേ, വ്യത്യാസമില്ല എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ക്ലൈം ടൈം കണ്ടോ ഒരേപോലെ വരുന്നത്. ആ ബി എന്ന് പറയുന്നത് നമ്മൾ ബ എന്ന് പറയരുത്, ക്ലൈം ടൈം ഒരേപോലെ ആവുന്നു. അങ്ങനെയാണ് അത് റൈം ആവുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റോൺ നോൺ ഒരേപോലെ റൈം ആവുന്നു. എയർസ് സ്റ്റേഴ്സ് ഒരേപോലെ റൈം ആവുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൈം സ്കീം എന്തായിരിക്കും നോക്കാം നമുക്ക്. സോർ മോർ ഒരേപോലെ ആയതുകൊണ്ട് നമ്മൾ രണ്ടിനും എ എന്ന് പേര് കൊടുക്കുന്നു. ക്ലൈം ടൈം ഒരേപോലെ ആയതുകൊണ്ട് വീണ്ടും ബി ബി എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എ ബി ബി അല്ലെങ്കിൽ എ ബി എന്ന് നേരെ പറയുമ്പോൾ ഉള്ള ഒരു റൈം സ്കീമിലേക്ക് നമ്മൾ എത്തി. ഇതെങ്ങനെയാണ്, എ ബി എ ബി, ഇതാണ് ഇതിന്റെ റൈം സ്കീം. ഇവിടെ താഴത്തെ സ്റ്റാൻസയിൽ നോക്കിയാൽ അവിടെയും കാണാം എ ബി കണ്ടില്ലേ. അപ്പൊ ഇതിൽ റൈമിംഗ് വേർഡ്സ് ചോദിക്കാം, റൈം സ്കീം ചോദിക്കാം. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്നത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്താണെന്ന് അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. അലിട്രേഷൻ ഇസ് ദ റിപ്പിറ്റേഷൻ ഓഫ് ആൻ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് ഇൻ വേർഡ്സ് ദാറ്റ് ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഈച്ച് അതർ. അതായത് തൊട്ടടുത്തടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിടവിട്ട് വാക്കുകളിൽ ആദ്യത്തെ സൗണ്ട്, ആ വാക്കിന്റെ ആദ്യത്തെ സൗണ്ട്, അതും ഒരു കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ അലിട്രേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അലിട്രേഷന്റെ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഇതാ നോക്കിക്കോളൂ. അലിട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 വരികളിൽ അലിട്രേഷൻ കാണാൻ പറ്റും. എങ്ങനെയാണത്? വി ഹാവ് നോട്ട് വിങ്സ് വി കനോട്ട് സോർ എന്ന് പറയുന്ന ആദ്യത്തെ വരി തന്നെ അലിട്രേഷൻ ഉണ്ട്. വി വ എന്ന് പറയുന്ന ആ ഡബ്ല്യു, ആ സൗണ്ട്, ആ ഡബ്ല്യു ഉണ്ടാക്കുന്ന സൗണ്ട് വ, ആ സൗണ്ട് ഇതാ നോക്കിയേ, വി എന്ന് പറയുമ്പോഴുണ്ട്, വിങ്സ് എന്ന് പറയുമ്പോഴുണ്ട്, വി എന്ന് പറയുന്നത് വീണ്ടും ഉണ്ട് കണ്ടോ.
അപ്പോൾ ഓരോ വേർഡ്സിന്റെയും ആദ്യത്തെ സൗണ്ട് ആയിട്ട് വ് 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 എന്ന് പറയുന്ന സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്ത് പറയാം, അതൊരു കൺസോണന്റ് സൗണ്ടുമാണ് W എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ അലിട്രേഷൻ അവിടെ ഉണ്ടെന്ന് പറയാം. പിന്നീട് മൂന്നാമത്തെ വരിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് അലിട്രേഷൻ. നോക്കിയേ, മോർ ആൻഡ് മോർ കണ്ടോ, മ മ. അപ്പൊ ആ രണ്ട് സൗണ്ടുകൾ ഒരേപോലെ ഈ വേർഡ്സിന്റെ ആദ്യത്തെ സൗണ്ട് ആയിട്ട് വരുന്നത് കൊണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അവിടെയും നമുക്ക് അലിട്രേഷൻ പറയാൻ പറ്റും. സോ ദർ ആർ 2 എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ കേട്ടോ, 2 ഇൻസ്റ്റൻസസ് ഓഫ് അലിട്രേഷൻ. നമുക്ക് ഇതിനകത്ത് പിക്ക് ചെയ്തെടുക്കാം. കിട്ടിയില്ല മക്കളെ? അലിട്രേഷന്റെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പൊതുവെ വരാവുന്ന, ഇപ്പോൾ മുന്നേ എക്സാമിന് ഇത് വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം, ഇത് പൊതുവെ വരാവുന്ന ചോദ്യങ്ങളിൽ നമുക്ക് A ലെവൽ, B ലെവൽ, C ലെവൽ ആയിട്ട് മാറ്റിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. A ലെവൽ ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്, ഐഡന്റിഫൈ ദ ലൈൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ സ്ട്രെങ്ത്. മനുഷ്യ പ്രയത്നത്തെ കാണിച്ചു തരുന്ന വാക്കുകൾ ഏതൊക്കെയാന്ന് പറയാം. അപ്പോൾ വി ഹാവ് നോട്ട് വിങ്സ്, വി ഹാവ് എന്താണ്, നമുക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട് ഫീറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്ന ആദ്യത്തെ വരികളില്ലേ, അവിടെ തന്നെ സംഭവം കേട്ടോ. വെൻ ഡു ദ പിരമിഡ്സ് അപ്പിയർ ലൈക്ക് ജജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. ഇതും നമ്മൾ പറയുന്നുണ്ട്. വെൻ ദേ ആർ ക്ലോസ്ലി വാച്ച്, വെൻ വി ക്ലോസ്ലി വാച്ച് ദ പിരമിഡ്സ് വി ക്യാൻ സീ ദേ ആർ നോട്ട് ബിഗ് പിരമിഡ്സ് ബട്ട് ദേ ആർ ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്, ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. അത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ എന്തിനാ, അതിന് അടുത്ത് കണ്ടാൽ മാത്രമേ നമുക്ക് അതിനങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ നമുക്ക് രണ്ട് ക്വസ്റ്റൻ അങ്ങനെ A ലെവൽ പറയാം. B ലെവലിലാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, വാട്ട് ഡു ദ വേർഡ്സ് ക്ലൗഡി സമിറ്റ്സ് ആൻഡ് പിരമിഡ്സ് ഇംപ്ലൈ. അത് രണ്ടും എന്തിനാ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ വാട്ട് ഡു വി കം അക്രോസ് വെൻ വി റൈസ് ടു ഹയർ ലെവൽസ്. നമ്മൾ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താണ് തെളിഞ്ഞു വരുന്നത് നമുക്കറിയാം. അപ്പൊ തെളിഞ്ഞു വരുന്നത് പാത്ത് വേസ് ആണ്, പുതിയ പുതിയ പാത്ത് വേസ് തെളിഞ്ഞു വരും. നമ്മൾ ആ ഉത്തരം അതിനകത്ത് അറിയാം അല്ലെ. അപ്പൊ B ലെവൽ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇത് രണ്ടും ഉദ്ദേശിക്കാം. ഇനി C ലെവലായിട്ട് നമ്മൾ പറയുന്നതാണ്, വാട്ട് മേക്ക് ഗ്രേറ്റ് മെൻ ഡിഫറെന്റ് ഫ്രം ദെയർ കമ്പാനിയൻസ്. അവരുടെ കൂട്ടുകാരിൽ നിന്ന് ഗ്രേറ്റ് മെൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ പോലും ഇവർ വർക്ക് ചെയ്തിരിക്കും അല്ലെ. അതാണ് അതിന് പറഞ്ഞത്. പിന്നെ ഐഡന്റിഫൈ ദ ഇമേജസ് ഓഫ് സക്സസ് ഇൻ ദ പോയം ആൻഡ് കമന്റ് ഓൺ ഹൗ ദേ കൺവേ ദ മെസ്സേജ് ഓഫ് ദ പോയം. അപ്പോൾ ഇതിനകത്ത് ഇമേജസ് എടുത്തെഴുതാൻ പറയാറുണ്ട് ചിലപ്പോൾ. ഇമേജസ്, അതായത് ഇതിൽ വിഷ്വൽ ഇമേജ്, ഇതിൽ ഓഡിറ്ററി ഇമേജസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതൊക്കെ, ടാക്ടൈൽ ഇമേജ് ഉണ്ടോ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇമേജസിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. ഇതാണ് ഇതിനകത്ത് വരാവുന്ന ചോദ്യങ്ങൾ. ഇനി അപ്രീസിയേഷനും ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ 2 പോയംസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ആ യൂണിറ്റിലുള്ള പോയം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പോയത്തിൽ നിന്നുണ്ടാവും. കാരണം ഇതിന് മുന്നേ എക്സാമിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് പോയത്തിന്റെയാണ് അപ്രീസിയേഷൻ ചോദിക്കാന്നുള്ളത്. അപ്പൊ മക്കൾ രണ്ട് പോയങ്ങളുള്ള ആകപ്പെടുള്ളൂ. നിങ്ങൾ ക്രിസ്മസ് എക്സാം ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ പോയംസ് വരും. ആനുവൽ എക്സാം വരുമ്പോഴേക്കും ഒരുപാട് പോയംസ് പഠിക്കാനുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് 2 പോയം പഠിക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും അപ്രീസിയേഷൻ പഠിച്ചു വെച്ചോ കേട്ടോ, അതിന്റെയും ഉപകാരപ്പെടും. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്താണ് സക്സസ് എന്ന് പറയുന്ന പോയം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ അപ്രീസിയേഷനും പഠിക്കുക, നല്ല മാർക്ക് കിട്ടും കേട്ടോ, പേടിക്കണ്ട. അപ്പൊ നമ്മൾ ഈ 9th ഈ ഒരു ക്ലാസ്സസ് എല്ലാം, ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത എക്സാമിന് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം അങ്ങോട്ട് പ്രയോഗിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ.